ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എം ജിയുടെ പുതിയ ഇലക്ട്രിക് സ്പോർട്സ് കാറായ സൈബർസ്റ്ററിനെ പറ്റിയാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഈ വാഹനത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എം ജി ഫൈനലി ഈ വാഹനത്തിൻ്റെ പ്രൈസും കൂടെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതൊക്കെ വെച്ച് ഈ വണ്ടി എത്രത്തോളം വാല്യൂഫോണിയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നത് എന്നൊക്കെ നോക്കാം. കാരണം പൊതുവേ നമുക്കിപ്പോൾ ഒരു 2 സീറ്റർ സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഒരു കൺവേർട്ടബിൾ 2 സീറ്റർ കാർ വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 കോടി 2 കോടി 3 കോടി ആ റേഞ്ചിന് മുകളിലേക്കൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരാറുണ്ട്. ഈ വണ്ടി പക്ഷേ 1 CR താഴെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രൈസ് എത്രയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് കാലമായിട്ട് ഈ വണ്ടി ഇറങ്ങുന്നതിനെ പറ്റി നമുക്കറിയായിരുന്നു. ഈ വർഷം സ്റ്റാർട്ടിങ് പോലെ തന്നെ ഇതിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്തായാലും ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് എം ജിയുടെ M9 എന്ന് പറഞ്ഞ ഇലക്ട്രിക് MPV അല്ലെങ്കിൽ ഒരു വാൻ ഇറക്കിയത്. അത് 69.9 lakhs ആയിരുന്നു എക്സ്ഷോറൂം പ്രൈസ് വന്നത്. ഇതെന്തായാലും അതിലും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, കാരണം സ്പോർട്സ് കാർ ആണല്ലോ. ആൻഡ് ഇതിപ്പോൾ കിട്ടാവുന്ന പ്രൈസ് പോയിന്റിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ലുക്സും സംഭവങ്ങളിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. നമുക്കറിയാം ഇതെങ്ങനെയാണ് കാണുന്നതെന്ന്. കൺവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം 10 seconds കൊണ്ട് നമുക്ക് അതിൻ്റെ റൂഫ് ഒന്നെങ്കിൽ താഴ്ത്തി വയ്ക്കാം അല്ലെങ്കിൽ ഓപ്പൺ, അതായത് അപ്പാക്കി തന്നെ വെക്കാൻ പറ്റും. ആൻഡ് ഡയമെൻഷൻസ് ആണെങ്കിൽ പോലും 4.5 meters ഈ വാഹനത്തിന് ലെങ്ത് വരുന്നുണ്ട്, കണ്ടാൽ തോന്നില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ 1.9 meters ഈ വാഹനത്തിന് വിഡ്ത്ത് വരുന്നുണ്ട്. 1.3 meters മാത്രമേ ഇതിന് ഹൈറ്റ് ഉള്ളൂ, വളരെ കുറവാണ് ഇതിന് ഹൈറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഓവറോൾ ഈ വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 510 bhp 725 Nm ടോർക്കുമാണ് വരുന്നത്. അതായത് 0-100 എത്താൻ ജസ്റ്റ് 3.2 seconds മാത്രമാണ് ഈ വാഹനം എടുക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് പോയിന്റിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ടോപ്പ് സ്പീഡ് കുറച്ച് ലിമിറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 200 kilometers വരെ ഇവിടെ പോവുള്ളൂ. അതിപ്പം ഇവിടെ സംബന്ധിച്ചിടത്തോളം 200 km/h എന്ന് പറയുന്നത് അത്രയും കുറവ് സ്പീഡൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 77 kWh ബാറ്ററി പാക്കാണ്. ക്ലെയിംഡ് റേഞ്ച് 580 kilometers ആണ്. പക്ഷേ ഏകദേശം ഒരു 450 to 500 അടുത്തൊക്കെയായിട്ട് നമുക്ക് കിട്ടും. വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ്, ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പവർ ഉള്ളതുകൊണ്ടും നിങ്ങൾ ഓടിക്കുന്നതനുസരിച്ചിരിക്കും കംപ്ലീറ്റ്ലി ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നത്. 500 kilometers വരെ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കിട്ടും. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഇതെടുക്കുന്ന ആൾക്കാർ ഓടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം തൊട്ടാൽ തന്നെ വണ്ടി അങ്ങ് തെറിച്ച് പോകും. അങ്ങനത്തെ ഒരു പവർ ഡെലിവറി ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ പവർ സ്പ്ലിറ്റ് ആണെങ്കിലും 38:62 റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. അതായത് കൂടുതലും ഒരു റിയർ ബയസ്ഡ് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് എം ജി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്. 144 kW വരെയുള്ള DC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 10 to 80% എത്താൻ ജസ്റ്റ് 40 minutes മാത്രമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ 77 kWh ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാറ്ററി തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടെ നോക്കിയിട്ട് പ്രൈസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിനകത്ത് വരുന്നത്. 10.25 inch ഇൻസ്റ്റോൺലെസ്റ്റ് ആണ് നടുവിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ സൈഡിലായിട്ട് 2 7 inch സ്ക്രീൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാ സ്ക്രീൻസിലും അവൈലബിൾ ആണ്. 2 spoke സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ AC കൺട്രോൾസും പരിപാടികളെല്ലാം നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു ടച്ച് പാനൽ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടറിൻ്റെ ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. അത് നോബ് പോലെ നല്ല ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മെക്കാനിസമാണ് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളത്. സ്വിച്ച് പോലത്തെ മെക്കാനിസം തന്നെയാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലസ്റ്ററൊക്കെ ഈ ഒരു മോഡിലാണ് വരുന്നത്. RPM പോലൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് മിമിക് ചെയ്യാനാണ് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷൻസൊക്കെ. ആൻഡ് സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും ഒരു എം ജിയുടെ ഇത്തിരി സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മളിവരുടെ വേറെ വാഹനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഡിസൈൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഈ വാഹനം സ്ട്രിക്ട്ലി ഒരു 2 സീറ്റർ കാറാണ്. 2 പേർക്ക് മാത്രമേ തന്നെ തിരിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് സ്പോർട്ടി സീറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഫിക്സഡ് ഹെഡ്റസ്റ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്പോർട്ടി ബക്കറ്റ് സീറ്റ്സ്, നമ്മളിപ്പം കുറച്ച് സ്പോർട്സ് കാർസിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള അതേ സീറ്റിംഗ് തന്നെയാണ് ഈ വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ബ്ലാ നിർത്തിയിട്ട് പ്രൈസ് പറയാം. 74.99 lakhs ആണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ എക്സ്ഷോറൂം പ്രൈസ്. നിങ്ങൾ ഈ വണ്ടി പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ 72.49 lakhs ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രീ ബുക്ക് ചെയ്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇൻഫാക്ട് ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ വണ്ടിക്ക് അങ്ങനെ പൊതുവേ വലിയൊരു അപ്പീൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു നീഷായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഫുള്ളി ഇമ്പോർട്ട് ചെയ്താണ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രൈസ് വന്നിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇതിൻ്റെ കോമ്പറ്റീഷനിൽ വരുന്ന വാഹനങ്ങളൊക്കെ വെച്ച് ഇപ്പം പ്രീമിയം ബ്രാൻഡ്സ് മെർസിഡീസിൻ്റെ BMW അതായത് ഇപ്പോൾ BMW Z4 ആയിക്കോട്ടെ, ഓർ ഈവൻ നമ്മുടെ മെർസിഡീസിൻ്റെ AMG SL 55 ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിന് തീർച്ചയായും പ്രൈസ് കുറവാണ്. ഓൺ റോഡ് ഏകദേശം ഒരു 85 ലക്ഷം രൂപ അല്ലെങ്കിൽ 86 അതിൻ്റെയൊക്കെ അടുത്തായിട്ടോ ഈ ചിലപ്പോൾ ചില നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അതിന് മുകളിലായിട്ടും പ്രൈസ് വന്നേക്കാം.
ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ വാറണ്ടി കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ബാറ്ററി വാറണ്ടി ഫസ്റ്റ് ഓണറിന് അവൈലബിൾ ആണ്. അതുപോലെ 3 years അല്ലെങ്കിൽ 1 lakh kilometers ആണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 years ഓർ 1.5 lakh kilometers വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. റോഡ് സൈഡ് അസിസ്റ്റൻസും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 3 years വരെയാണ് കിട്ടുന്നത്. വണ്ടിയുടെ വാറണ്ടി എല്ലാം 3 years ആണ്. സോ അത് വലിയ കുഴപ്പമില്ല, ഒരു ബേസിക് വാറണ്ടി ആണെന്ന് പറയും. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ എന്തായാലും പേടിക്കേണ്ട, ലൈഫ് ടൈം വാറണ്ടി ഉള്ളതുകൊണ്ട്. എന്തായാലും ഇതുവരെ ആരും ഇതുപോലൊരു ഇലക്ട്രിക് സ്പോർട്സ് കാർ, അത് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനം ഈ പ്രൈസ് പോയിന്റ് അങ്ങനെ ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല. ഓർ ആരും ഇലക്ട്രിക് ആയിട്ട് കൊണ്ടുവന്നിട്ടുമില്ല. ഈവൻ ഇതിൻ്റെ തന്നെ ഐസ് കൗണ്ടർ പാർട്സ് ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുതിയ വഴിയാണ് അവർ തുറന്നു വിട്ടിരിക്കുന്നതെന്ന് പറയാം. MG സെലക്ട് ഡീലർഷിപ്പുകളുടെ വഴി തന്നെയാണ് ഈ വാഹനം വരുന്നത്, M9 പോലെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഡീലർഷിപ്പിലേക്ക് പോകേണ്ടി വരും വണ്ടി വാങ്ങാൻ. അതെല്ലായിടത്തും അവൈലബിൾ അല്ല, വളരെ കുറച്ച് ഔട്ട്ലെറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ. മിക്കവാറും അവരുടെ പല എക്സിസ്റ്റിംഗ് MG ഡീലർഷിപ്സിൻ്റെയും കുറച്ച് അടുത്തായിട്ടൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സെലക്ട് ഡീലർഷിപ്സും കാണാൻ പറ്റും. അതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് തീരുമാനങ്ങളായിട്ടില്ല, ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ വണ്ടിയിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 4 കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ വണ്ടി ഇവിടെ കിട്ടുന്നത്. ഗ്രേ കളർ ഉണ്ട്, അതുപോലെ ഒരു യെല്ലോ കളർ വരുന്നുണ്ട്, റെഡ് ഉണ്ട്, ആൻഡ് ഒരു ബേജ് പോലത്തെ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബേജിലും അതുപോലെ ഗ്രേ കളറിലും റെഡ് റൂഫാണ് വരുന്നത്. ബാക്കി രണ്ടിലും ബ്ലാക്ക് റൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ ഗൈസ്, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗും കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and goodbye.